ഒരു ഭവനത്തെ ഭവനമാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ ഒരു വീടിനെ കുടുംബമാക്കി തീർക്കുന്ന യഥാർത്ഥമായ സാന്നിധ്യം ഒരമ്മയുടെ മനസ്സാണ്. അമ്മയുടെ മനസ്സെന്ന് പറയുന്നത് അനേകം മൂല്യസങ്കല്പങ്ങളുടെ ഒരു ഭൂമികയാണ് എന്നർത്ഥം. ഈ ലേഖനം വായിച്ചപ്പോൾ പണ്ട് ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ വായിച്ച മനോഹരമായൊരു കവിതാസമാഹാരം ഓർമ്മ വരികയാണ്. മലയാളത്തിലെ പ്രസിദ്ധനായ കവി ഡി വിനയചന്ദ്രൻ എഴുതിയ മനോഹരമായൊരു കവിതയാണ്. വീട്ടിലേക്കുള്ള വഴികൾ എന്നാണ് ആ കവിതയുടെ പേര്. കോളേജിൻ്റെ അവധി കാലഘട്ടത്തിൽ വീട്ടിലേക്ക് പോകാനൊരുങ്ങുന്ന തന്നോട് കൂട്ടുകാർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ രൂപേണയാണ് ആ കവിത ആരംഭിക്കുന്നത്. വളരെ മനോഹരമായി തൻ്റെ വീടിനെക്കുറിച്ച്, അതിൻ്റെ ഗ്രഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളെക്കുറിച്ചൊക്കെ ആ കവി പറഞ്ഞു വെച്ചിട്ട് അവസാനം നമ്മുടെ ഹൃദയത്തെ പൊള്ളിക്കുന്നത് പോലെ ഇപ്രകാരം ഒരു വരി അദ്ദേഹം എഴുതി ചേർക്കുന്നുണ്ട്: അമ്മയില്ലാത്തവർക്ക് എന്തു വീട്, ഇല്ല എങ്ങുമേ വീട്. ഡാനിയേൽ പൂർണ്ണത്തിലച്ചൻ്റെ ഈ ലേഖനം വായിച്ചപ്പോൾ, പ്രത്യേകിച്ച് അതിലെ വീടിന് അമ്മയുടെ മനസ്സാണ് എന്ന വരി വായിച്ചപ്പോൾ ഈ കവിത ഓർമ്മ വന്നതിൻ്റെ കാരണം, കവി വ്യസനത്തോടുകൂടി ഓർത്തതുപോലെ അമ്മയുടെ മനസ്സാണ് ഒരു വീടിനെ വീടാക്കി തീർക്കുന്നത് എന്ന ആധ്യാത്മിക സങ്കല്പം നാം വായിച്ചു കടന്നു പോകുമ്പോൾ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഓർമ്മ വരിക അമ്മയുടെ മനസ്സോടുകൂടെ തിബേരിയസ് കടൽ തീരത്തിരുന്ന് അവർക്കായി അപ്പം ഒരുക്കി വെക്കുന്ന, അവർക്കായി പ്രാതലൊരുക്കുന്ന ഈശോയുടെ മനസ്സിനെയാണ്. നമ്മുടെ ഭവനങ്ങൾക്ക് അമ്മയുടെ മനസ്സുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും.